ശരത്തേ, 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 എണീക്കടാ. അയ്യോ അയ്യോ ശരത്ത് മോനെ, എന്ത് പറ്റി മോനെ? ഇവന് ബോധമില്ല ശരത്തേ. അയ്യോ ഇവന് ബോധമില്ല മോളെ. കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ പെട്ടെന്നാട്ടെ. പോയി വെള്ളം എടുത്ത്. എടാ ശരത്തേ, ശരത്ത് മോനെ, ശരത്തേ, 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 ശരത്ത് മോനെ, എടാ ശരത്ത് മോനെ, ശരത്തേ, കണ്ണു പറഞ്ഞേ. എടാ മോനെ, നിനക്ക് എന്താ പറ്റിയേ? മോളെ ആ വെള്ളം ഇങ്ങതാ. ശരത്ത് മോനെ, ശരത്ത് മോനെ, എടാ മോനെ കണ്ണു തുറക്കടാ. ശരത്തേ, ശരത്തേ, കണ്ണു പറഞ്ഞേ. ശരത്തേ, ശരത്തേ, ശരത്തേ. ആ ഞങ്ങളടാ ഇത്. നിനക്ക് എന്നാ പറ്റിയേ? ഇതേതാ സ്ഥലം? മോൻ ഇന്നലെ എവിടെയാണോ കിടന്നത്? നീ എന്തിനാ ഇവിടെ വന്ന് കിടന്നുറങ്ങിയ? രാത്രിയില് മുറിയില് പ്രേതം. പ്രേതം? അയ്യോ, എന്നിട്ട് പ്രേതം നിന്നെ ഒന്നും ചെയ്തില്ലേ? എന്തിയ പ്രേതത്തിന് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. മുത്തശ്ശി, ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ കാറിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. ആ കാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വീട്ടില് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഓ, അതിനുമ്പ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ആ കാറ് വന്നതിന് ശേഷമല്ല, നീ വന്നതിന് ശേഷം പ്രശ്നങ്ങൾ തുടങ്ങിയത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പൊ ഒന്നും പറയണ്ട. ശരത്തുമോൻ പറയുന്നതാ ശരിയെങ്കിൽ ആ കാറ് എത്രയും പെട്ടെന്ന് വിറ്റ് കളയണം. ആ നശിച്ച സാധനം ഇവിടെ വേണ്ട. എനിക്ക് ആ വണ്ടി മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും ഇല്ലമ്മേ. അത് വിൽക്കണോ വേണ്ടോന്ന് അതിന്റെ ഓണർ തീരുമാനിച്ചോളും. നമ്മളത് വിൽക്കാനൊന്നും പോകുന്നില്ല അച്ഛാ. ആ കാറിന് എന്തെങ്കിലും ദോഷമുണ്ടോന്ന് അത് മാത്രം നമുക്ക് അറിഞ്ഞാ പോരെ. അതിനാദ്യം നമുക്കിതിന്റെ മുൻപത്തെ ഓണർ എന്ന് കാണണം. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെന്താ അങ്ങനെ ചെയ്താല്? ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. ഇന്ന് ഞാൻ ഇവിടെ കിടന്നു, നാളെ വേറെ ആരെങ്കിലും ഇവിടെ കിടക്കും. ഈ വീടൊരു പ്രേതാലയം ആയിക്കൊണ്ടിരിക്കുവോ? അത് മനസ്സിലാക്കിയ എല്ലാവർക്കും കൊള്ളാം. നിനക്കെന്താ തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും കാറിന്റെ ഓണറെ കാണാന്ന് പറഞ്ഞപ്പോ അവൻ എതിർത്തത്? അറിയില്ല ചേച്ചി. ആ കാർ ഇവിടെ വന്ന അന്ന് തൊട്ട് ശരത്ത് അസ്വസ്ഥന. ഒരു ദിവസം ആ കാർ കത്തിക്കാനുള്ള ശ്രമം അവൻ നടത്തി.